കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം ചാല മാർക്കറ്റ് വെള്ളത്തിനടിയിലായി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡിന് ഇരുവശവും കുഴിയെടുത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ റോഡുകളും നോക്കിയാൽ, തലസ്ഥാനത്തെ എല്ലാ റോഡുകളും നോക്കിയാൽ അത് കുളമാണോ എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്കൊരു വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പ്രധാന ഘടകമ്പോളങ്ങളൊന്നായ ചാല മാർക്കറ്റ് അടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളത്തിനടിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റോഡിന് ഇരുവശവും കുഴിയെടുത്തത്. അവിടെയൊക്കെ തന്നെ വലിയ ആപത്തുകളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോഴും വെള്ളക്കെട്ട് താഴ്ന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പുരാതനമായ അതുപോലെ തന്നെ തിരക്കേറിയതുമായൊരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ്. നിരവധി ആളുകളാണ് ഇവിടെ ദിനം പ്രതി വന്നു പോകുന്നത്. ആ ഒരു മാർക്കറ്റിൻ്റെ നിലവിലെ സ്ഥിതിയാണിത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ കടകമ്പോളങ്ങളിലേക്കെല്ലാം വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിൽ ഈ മലിനജലം ഒഴുകുകയാണ്. ഇപ്പോൾ മഴ ഒന്ന് തോർന്നു നിൽക്കുന്നതോടുകൂടി അല്പം ആശ്വാസമുണ്ടെങ്കിലും മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യവും അത് ഇങ്ങനെ ഒഴുകുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഈ കടകമ്പോളങ്ങളിലടക്കം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല നിരവധി സാധന സാമഗ്രികളടക്കം നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഓടകളിൽ നിന്നെല്ലാം വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട്, മലിനജലം കെട്ടിക്കിടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു കടയിൽ നിൽക്കുകയാണ്. ചേട്ടാ, ഇത് എങ്ങനെയാണ് വെള്ളം ഫുൾ ഇന്നലെ കയറിയത്? ഇവിടെ എല്ലാം കടക്കുള്ള ഏരി ഇതോടെ 3 ദിവസം ഏരി, 3 ഞായറാഴ്ച ഏരി, நேத்திக்கு ஏறி இதில் உள்ள தேங்காய், வெங்காயம், கடையை காலியாக கிடக்கு. எல்லா சாணமும் குடோனுக்கு மாற்றி எல்லாம் காய போட்டிருக்கோம். குறைஞ்சது ஒரு 2 லட்சம் ரூபா சாணம் போய் இதில் கான்ட்ராக்ட்கார மாதிரி எந்திரம் செஞ்சுன்னா ஜோலி நடக்கக்குள்ளே பிடிச்சி எல்லாம் நோண்டி இதில் ஆள் வர முடியாமல் இத்தனை அவஸ்தைக்கு ஆளாக்கி கான்ட்ராக்ட்கார செஞ்சது. துள்ளி இடம் விட்டு இது செஞ்சுருந்தா இவ்வளோ குழப்பம் இல்லை. மொத்தத்துலேயும் நோண்டி இவ்வளோ தண்ணி உள்ளே பூந்து அடித்து 2 லட்சம் രൂപ സാധനം ഇത് പോയി. ഈ വരുന്ന വെള്ളമെല്ലാം ഈ അഴുക്ക് വെള്ളമല്ലോ, ഡ്രൈനേജ് വെള്ളം ഫുള്ള് കടയിൽ കയറി. ഡ്രെയിനേജ് വെള്ളം ഫുള്ള് ഡ്രെയിനേജ് വെള്ളം. ഇത് விட்டா போட்டு ஜோலி செஞ்சதுனால தான். செஞ்சது முழுசாக கொஞ்சம் போட்டுட்டு இந்த போஸ்ட் மரத்தை கணக்கு பண்ணி போட்டிருந்தா இவ்வளோ குழப்பம் இல்லை. மொத்தத்துக்கும் நோண்டி கண்டா ஃபுல்லு சாக்கடை வெள்ளம், അത്രയും സാക്കട വെള്ളം. ഇതെല്ലാം അഴുക്ക് വെള്ളമല്ലേ? എല്ലാം അഴുക്ക് വെള്ളം. രജനി, അതാണ് ഈ അഴുക്ക വെള്ളമാണ്. ഈ കിടക്കുന്ന മൊത്തം മലിന വെള്ളമാണ്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴികൾ എടുത്തിരുന്നത്. ആ കുഴികൾ പിന്നീട് നികത്താതായതോടെ മാത്രമല്ല അതിനകത്ത് മറ്റ് അഴുക്കുകളും മറ്റു മാലിന്യങ്ങളെല്ലാം നിറഞ്ഞതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഒരു കാരണമായി മാറിയത്. വലിയ ദുരിതത്തിലാണെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. നമ്മളോടൊപ്പം ഒരു അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കടയിൽ തന്നെ കച്ചവടം നടത്തുന്ന അമ്മയാണ്. അമ്മ, ഇത് ഇങ്ങനെല്ലാം വെള്ളം തണ്ണി വന്നിട്ടുണ്ടോ? അയ്യോ, ഇവിടെ നിറയെ കൂടുതൽ വെള്ളം വന്നു. ഇവിടെ നല്ല വെള്ളം വന്ന് ചങ്കിരി ചൊല്ലുവാ இல்ல நிறைய வெள்ளம் வந்து நல்ல எல்லாத்துக்கும் நஷ்டம். அவருக்கெல்லாம் நிறைய நஷ்டம். ஐயோ ரொம்ப கடை. അവിടെ நல்ல பைக்கில் ஒரு ஆள் உளுந்து கண்டா. ஒரு பைக்கில் ஒரு ஆள் உளுந்து கால் ஒடிஞ்சு உடனே ஆஸ்பத்திரி கொண்டு போய் ஒரு ஸ்ரீ கீழே உளுந்து அவரை பாவம் அவரை எடுத்து வச்சு அவருக்கு எந்தாயோ ஏதாச்சும் ஒன்றும் அறிஞ்சுவிட. இவங்க எதுவும் சொல்ல மாட்டீங்களா? எல்லாரும் சொல்லியாச்சு. எவ்வளோ கவுன்சில் டிபிஸ் பறந்து எல்லாத்தையும் சொல்லியாச்சு. யாரும் பார்த்துட்டு போகிறாங்களோ தவிர ஒன்றும் செய்ய மாட்டாங்க. ஒன்றும் எடுக்க மாட்டாங்க. எல்லாரும் பார்த்துட்டு போகிறா. ஒன்றும் பரவாயில்லை. ரொம்ப കഷ്ടം കേട്ടാ, ரொம்ப കഷ്ടം. രജനി, അത് തന്നെയാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിൽ വീണ് ഒരു ആളുടെ കാലിന് തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല കുട്ടികളും സ്ത്രീകളും അടക്കം കുടിവെള്ളം ഇപ്പോൾ ഒരിടത്തിലും ഇല്ല. അതറിയാമോ? ഒരിടത്തിലും കുടിവെള്ളം ഇല്ല. എല്ലായിടத்துலையும் தண்ணி கிடையாது. தண்ணி இல்லாமல் எல்லாரும் கஷ்டப்பட்டு இருக்கா. കുടിവെള്ളമേ கிடையாது. ഇത് എങ്ങനെ തോണ്ട ആരംഭിച്ച് അന്നേലത്ത് കുടിവെള്ളം கிடையாது. അതായത് ഇവർ പറയുന്നത് ഈ സ്മാർട്ട് സിറ്റിയുടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ കുഴികളൊക്കെ എടുത്തു തുടങ്ങി അന്ന് മുതൽ കുടിവെള്ളം, ശുദ്ധജലം നശിച്ചു എന്നാണ് പറയുന്നത്. കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് മാറി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഡ്രൈനേജ് വാട്ടർ ഒഴുകുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ മഴ കനക്കുന്നതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളടക്കം യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല അതിലേക്ക് ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ നിരവധി പേര് ഇതിനകത്ത് വീഴുകയൊക്കെ ചെയ്തതാണ് ഇപ്പോൾ ഈ അമ്മ തന്നെ പറയുന്നത്. ഇവിടെ കച്ചവടം നടത്തുന്നൊരു അമ്മയാണ്. അപ്പോൾ നിരവധി കടകമ്പോളങ്ങളിലടക്കം ഇങ്ങനെ വെള്ളം കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പച്ചക്കറി അടക്കമുള്ള പലവ്യഞ്ജനങ്ങളടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. മറ്റ് ഇതര സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളുമൊക്കെ ഉണ്ട്. ഇതെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ രീതിയിലുള്ളൊരു നിർമ്മാണ
പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഒക്കെ ഉള്ള കാരണമായതെന്നാണ് ഈ പ്രദേശവാസികളും കച്ചവടക്കാരും ഒക്കെ പറയുന്നത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും, മലിനജലം ഓടയിലൂടെ മലിനജലം ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഈ ഡ്രൈനേജ് വാട്ടറും എല്ലാം കൂടെ കൂടിക്കലർന്നൊരവസ്ഥയാണ്. അത് കൊതുകുകളൊക്കെ മുട്ടയിട്ട് പെരുകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലാണ് സ്ഥിതിവിശേഷം. അതും ഇങ്ങനെ എല്ലായിടങ്ങളിലും കെട്ടി നിൽക്കുകയാണ്, ഒഴുകി പോകുന്നതുമില്ല. ഈ വെള്ളത്തോടൊപ്പം വരികയും അതിങ്ങനെ കെട്ടി നിൽക്കുകയും അവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടായിട്ട് രൂപപ്പെട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതാണ് ഈ ചാലയിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അതായത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കാമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ശുദ്ധജലം പോലും കിട്ടാക്കനിയായിട്ട് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇരുഭാഗങ്ങളിലും, അതായത് ഈ റോഡിൻ്റെ പ്രധാന വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരേ സമയം ആരംഭിച്ചു. അങ്ങനെ ഒരേ സമയം ആരംഭിച്ചതോടുകൂടി തന്നെ ഈ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്രാക്ലേശം അടക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഈ വേനൽമഴയിൽ മാത്രം പെയ്തതേ ഉള്ളൂ. ആ വേനൽമഴയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് കുറച്ചുകൂടി കാലവർഷമായിരിക്കും, ശക്തമായ മഴയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ ദുരിതമായിരിക്കും ഈ പ്രദേശവാസികൾ അനുഭവിക്കേണ്ടി വരികത്. നമുക്കറിയാം, ദൃശ്യങ്ങളിലൂടെ തന്നെ നോക്കാം, ഈ സ്ലാബുകളടക്കം ഇളക്കിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ കേബിളുകളടക്കം കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടുകൾ ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞു കൂട്ടിക്കിടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ചാലയിലെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്. നിരവധി ആളുകളാണ് ഈ കച്ചവട സാധനങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ മറ്റ് വിൽപ്പനയ്ക്കും വാങ്ങുവാനും ഒക്കെ ആയിട്ട് എത്തുന്ന ആളുകൾ നിരവധി പേരാണ്. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്തരം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇവിടുന്ന് പ്രദേശവാസികളൊക്കെ പരാതിയായിട്ട് പറയുന്നത്. അതായത് ഒരു ശാസ്ത്രീയമായ യാതൊരു മുൻചിന്തനകളൊന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതാണ് ഈ ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാം ശക്തമായിട്ട് മഴ പെയ്തൊരു സാഹചര്യമുണ്ട്. അതോടുകൂടി ചാല കമ്പോളം ദുരിതത്തിലാവുകയും ചെയ്തു. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ അടക്കമുള്ളതാണ്. അപ്പം ഇതാണ് ഈ നിലവിലെ അവസ്ഥ. ഈ വെള്ളക്കെട്ടുകൾ കിടക്കുന്നതും മറ്റ് എലി അടക്കമുള്ളവ ചത്ത് പൊന്തിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എലിയടക്കം ചത്ത് പൊന്തി കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണുള്ളത്. ഇതിൽ അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ തർക്കമില്ല. കാരണം ഈ രോഗങ്ങളടക്കം പിടിപെടുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. വലിയ രോഗങ്ങൾ, അതായത് ഈ രോഗങ്ങളടക്കം ഡെങ്കു അടക്കമുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തമൊക്കെ നിലവിൽ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു ദുരിതത്തിലേക്ക് തന്നെയാണ് ചാല മാർക്കറ്റിനുള്ളിൽ ഉള്ളത്. ഒരു മഴ പെയ്താൽ കുളമാകുന്ന റോഡുകൾ, അതിനിടയിൽ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം കാരണം കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.